ഇന്ന് രാവിലെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട ജെയിൻ നാട്ടിലെത്തിയെന്ന വിവരം ജെയിൻ തന്നെ കുടുംബത്തെ വിളിച്ചറിയിക്കുന്നത്. നമുക്ക് ജെയിന്റെ കുടുംബം നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് ജെയിന്റെ അമ്മയിലേക്ക് പോകാമേ. ഇപ്പോൾ ജെയിൻ നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷം തന്നെ. ഒത്തിരി സന്തോഷം. എൻ്റെ മോൻ നാട്ടിലേക്ക് എത്തുന്നതിന് ഒത്തിരി സന്തോഷം. കുറേ ആൾക്കാർ പ്രാർത്ഥിച്ചു, അമ്മമാര് പ്രാർത്ഥിച്ചു. പിന്നെ ഈശോയ്ക്ക് ദൈവത്തിന് ഏറ്റവും നന്ദി. പിന്നെ നിങ്ങളെല്ലാവരും സഹകരിച്ചു. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി, ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ഒരു സങ്കടവും ഉണ്ട്. അതേപോലെ ബിനിൽ വന്നില്ല, ബിനിലിന്റെ ബോഡി വന്നില്ല. രണ്ടാളൊപ്പം പോയതാണ്, അവന് വരാൻ പറ്റിയില്ല. അതിന് വലിയൊരു സങ്കടമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും സങ്കടമുണ്ട്. തന്നെയാണ്. എന്തായാലും ജെയിൻ ബന്ധപ്പെട്ടത് ഹനീഷുമായിട്ടാണ്. എന്താണ് ജെയിൻ പറഞ്ഞത്? ജെയിൻ പറഞ്ഞത് ഡൽഹിയിൽ എത്തിയതിനു ശേഷമാണ് വിളിച്ചത്. അപ്പോൾ അതിനുശേഷം ആദ്യം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ജെയിൻ്റെ ചേട്ടൻ വിളിച്ച് പറഞ്ഞു ജെയിൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം അവനെ വിളിച്ചിട്ട് പറഞ്ഞു ഡൽഹിയിലുണ്ട്, ഞാൻ അവിടെ നിന്ന് കയറാൻ നിൽക്കുകയാണ്, ഉച്ചയോടെ ഞാൻ എത്തും, പെട്ടെന്ന് കയറി പോരാൻ പറ്റിയത്, പിന്നെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ വന്നിട്ട് അവൻ പറഞ്ഞു തരാമെന്ന് പറയാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. നമുക്ക് ഒരു വിഷമം എന്ന് പറയുന്നത് ബിനിലിന്റെ എത്താൻ പറ്റിയിട്ടില്ല. രണ്ടുപേരും ഇവിടുന്ന് ഒരുമിച്ച് പോയതാണ്. ഞാനാണിപ്പോൾ അവരെ എയർപോർട്ടിൽ ആക്കിയത്. ഒരാൾക്ക് വരാൻ പറ്റുള്ളൂ, ഒരാളുടെ ബോഡി പോലും എന്താണെന്ന അവസ്ഥ നമുക്കറിയില്ല. അത് സിറ്റുവേഷനാണ്. അപ്പോൾ ജെയിൻ ഇപ്പോൾ ഉച്ചയോട് എത്തുന്നാണ് പറഞ്ഞത്. ഉച്ചയോടെ എത്തുമെന്നാണ് പറഞ്ഞത്. ഏകദേശം 11:30 മുമ്പ് തന്നെ എയർപോർട്ടിൽ നെടുമ്പാശ്ശേരി എത്തി. അവിടെ നിന്ന് പിന്നെ ഇവിടേക്ക് വരേണ്ട ഒരു സമയം. നിങ്ങൾ വിളിക്കാൻ പോവല്ലേ? അതെ, വിളിക്കാൻ പോകാം. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഉള്ളത്. കാരണം ജെയിൻ ഉച്ചയോടുകൂടി തന്നെ നാട്ടിലേക്ക് തിരികെ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അതേസമയം ഒരു വശമുണ്ട്, ബിനിലിന് എന്ത് സംഭവിച്ചു എന്ന്, അല്ലെങ്കിൽ ബിനിലിന്റെ മൃതദേഹം എവിടെയെന്ന് ഇതുവരെ ഒരു അറിവ് കുടുംബത്തിൽ ലഭിച്ചിട്ടില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ജെയിൻ തിരികെ നാട്ടിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.